മുൻ LDF സർക്കാർ നൽകിയ പട്ടിക ഒഴിവാക്കിയതോടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമനം വൈകുന്നു. കമ്മീഷണർ സ്ഥാനത്തേക്ക് നിയമ സെക്രട്ടറിയെ കഴിഞ്ഞ സർക്കാർ ഗവർണർക്ക് ശുപാർശ ചെയ്തെങ്കിലും നടപടിയുമായി മുന്നോട്ട് പോകേണ്ടെന്ന് UDF സർക്കാർ നിർദ്ദേശം നൽകി. ഇതോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകൾ അടക്കമുള്ള സുപ്രധാന നടപടികൾ അനിശ്ചിതത്വത്തിലാണ്. ഇക്കഴിഞ്ഞ മാർച്ച് 30-നാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന ഷാജഹാൻ വിരമിച്ചത്. ഇതിനു മുൻപ് തന്നെ ഇടത് സർക്കാർ മന്ത്രിസഭായോഗം ചേർന്ന് നിയമ സെക്രട്ടറി KG സനൽകുമാറിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കാൻ തീരുമാനിച്ചിരുന്നു. ബന്ധപ്പെട്ട ഫയൽ ഗവർണറുടെ അനുമതിക്കായി ലോക് ഭവനിലേക്ക് അയച്ചെങ്കിലും നടപടി സ്വീകരിച്ചില്ല. സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി സമ്മതപത്രം ഗവർണർ ആവശ്യപ്പെട്ടു. പിന്നാലെ സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയും UDF സർക്കാർ അധികാരത്തിലെത്തുകയും ചെയ്തതോടെ ഫയലിൽ തുടർ നടപടികൾ സ്വീകരിക്കേണ്ടെന്ന് സർക്കാർ ലോക് ഭവന് നിർദ്ദേശം നൽകി. വരും ദിവസങ്ങളിലെ മന്ത്രിസഭായോഗത്തിൽ പുതിയ നാമനിർദ്ദേശം നൽകി നിയമന അംഗീകാരത്തിനായി ഗവർണർക്ക് വിടാനാണ് സർക്കാർ തീരുമാനം. കമ്മീഷൻ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലെ ദൈനംദിന പ്രവർത്തികൾ മുന്നോട്ടു പോകുന്നുണ്ടെങ്കിലും ഉപതെരഞ്ഞെടുപ്പുകൾ അടക്കമുള്ള നടപടികൾ അനിശ്ചിതത്വത്തിലാണ്. നിലവിൽ സംസ്ഥാനത്തെ 20ഓളം വാർഡുകളിൽ ജനപ്രതിനിധികളില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MLA-മാരായ 7 പേരും ഈ പട്ടികയിൽ ഉൾപ്പെടും. ഒരു വാർഡിൽ ജനപ്രതിനിധിയുടെ ഒഴിവ് വന്ന് 6 മാസത്തിലേറെ കാലാവധിയുണ്ടെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് ചട്ടം. പുതിയ കമ്മീഷണർ ചുമതലയേറ്റ് വോട്ടർ പട്ടിക പുതുക്കൽ അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കിയാൽ മാത്രമേ ഇനി തെരഞ്ഞെടുപ്പ് സാധ്യമാകൂ. ഇതിനായി ചുരുങ്ങിയത് 3 മാസമെങ്കിലും സമയം ആവശ്യമാണ്. ഉപതെരഞ്ഞെടുപ്പുകളോടൊപ്പം കമ്മീഷന്റെ മറ്റ് സുപ്രധാന തീരുമാനങ്ങളും പ്രതിസന്ധിയിലാണ്. കണ്ണൂരിൽ തലശ്ശേരി, പയ്യന്നൂർ നഗരസഭകളിലെ ക്രിമിനൽ കേസ് പ്രതികളായ 2 ജനപ്രതിനിധികളെ ഇതുവരെയും അയോഗ്യരാക്കിയിട്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിനു ശേഷം ചെലവ് കണക്കുകൾ സമർപ്പിക്കാത്ത ആയിരക്കണക്കിന് സ്ഥാനാർത്ഥികളെ അയോഗ്യരാക്കുന്നതടക്കമുള്ള നടപടികളും ഇതോടൊപ്പം അനിശ്ചിതത്വത്തിലാണ്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.